ഇല്ല, ഫോറൻസിക് ലാബിൻ്റെത് ഇപ്പോൾ തൃശ്ശൂരിന് വേണ്ടി പറഞ്ഞിരുന്നത് കേരള സ്റ്റേറ്റിന് തൃശ്ശൂർ തരാൻ സ്ഥലമില്ല എന്നറിയിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരത്ത് അത് പോകുമെന്ന് വന്നപ്പോൾ തിരുവനന്തപുരവും എൻ്റെ രാജ്യമായതുകൊണ്ട് എനിക്കത് എതിർക്കാൻ വയ്യ. അത് തിരുവനന്തപുരത്ത് വരും. പക്ഷേ തൃശ്ശൂർക്ക് ഇനി ആവശ്യപ്പെടുന്നത് 25 ഏക്കർ ലാൻഡാണ്. അവിടെ വലിയൊരു പ്രോജക്റ്റ് വരും. സർക്കാർ എടുത്ത് അതാണ് ഈ ഫെഡറൽ സ്ട്രക്ചറിൽ അങ്ങനെയാണ് അതിൻ്റെ വ്യവസ്ഥ. അത് എടുത്തു തരണം. അല്ല, അങ്ങനെയല്ല. എന്തോ ഒരു രാഷ്ട്രീയം ഉണ്ടാവണോ? അല്ലെങ്കിൽ തൃശ്ശൂരിനോട് എന്തിനായി ഒരു വൈരാഗ്യം അല്ലേ? അത് വ്യക്തമാക്കിയാൽ മതി തൃശ്ശൂരിലെ ജനങ്ങളോട്. എല്ലാവർക്കും അവകാശങ്ങളില്ലേ? ആലപ്പുഴയ്ക്ക് അവരുടെ അവകാശമുണ്ട്, തിരുവനന്തപുരത്തിന് അവരുടെ അവകാശമുണ്ട്, കേരളത്തിൻ്റെ അവകാശങ്ങളുണ്ട്. അത് സാധ്യമാക്കുന്ന ഭരണ മനസ്ഥിതി വരണം. പ്രാദേശികത എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കേണ്ടതല്ല, പ്രവർത്തനത്തിൽ വരുന്നത് എല്ലാവർക്കും. സബ്കാ സാത്ത്, സബ്കാ പ്രയാസ്, സബ്കാ വിശ്വാസ് എന്ന് പറയുമ്പോൾ സബ്കായിൽ ഈ പ്രദേശങ്ങളെല്ലാം പെടണം. വികസനത്തിന്റെ കാര്യത്തിൽ കീഴ്പ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളെ ഉയർത്തിക്കൊണ്ടുവരേണ്ടതും വികസനത്തിന്റെ ഉദ്ദേശമാവണ്ടേ? അല്ല, അങ്ങനെ പറയാനൊക്കത്തില്ല. വേർതിരിവ് നമ്മൾ ഇല്ലാതാക്കും. പ്രതീക്ഷയല്ല, പ്രാർത്ഥനയാണ്. ജനങ്ങളോട് പ്രാർത്ഥനയാണ്. ഒരു ഡബിൾ എഞ്ചിൻ സർക്കാരിൻ്റെ ഗുണം ഏതൊക്കെ സംസ്ഥാനങ്ങൾക്ക് ലഭിച്ചു? തമിഴ്നാടിനെ ഞാൻ അതിൽ നിന്ന് മാറ്റി നിർത്തും കേട്ടോ. അവർക്ക് അവിടെ ഡബിൾ എഞ്ചിൻ സർക്കാർ ഇല്ലാത്ത അവസ്ഥയിലും അവർ ഡബിൾ എഞ്ചിൻ സർക്കാരിനെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. തമിഴന്മാർക്ക് കിട്ടേണ്ടതെല്ലാം അവരേത് ശത്രു ഭരിച്ചാലും കേന്ദ്രത്തിൽ നിന്ന് കൊണ്ടുവന്ന് ജനങ്ങൾക്ക് സാധ്യമാക്കി കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് കേരളത്തിൽ നടപ്പിലാവണമെങ്കിൽ ഒരു BJP സർക്കാർ അല്ലെങ്കിൽ BJP ഭരണത്തിന് തുല്യമായ ഒരു ഭരണത്തിന്റെ രാഷ്ട്രീയ അവസ്ഥ കേരളത്തിലുണ്ടാവണം. തിലകമണിയും എന്നാ ഞാൻ പറഞ്ഞത്. തിലകം ചാർത്തും എന്ന് പറഞ്ഞില്ല, അത് നമ്മളല്ല. തിലകം അണിയിച്ചത് അവിടുത്തെ ജനങ്ങളാണ്. ആ മൈൻഡ് സെറ്റാണ് ഇനി നിയമസഭയിൽ അത്യാവശ്യമുണ്ടാവേണ്ടത്. ഞാൻ വിഷയങ്ങളെക്കുറിച്ചൊന്നും പറയുന്നില്ല. പാലക്കാട്ടെ വിഷയമായാലും പത്തനംതിട്ടയിലെ വിഷയമായാലും വിഷയം ഞാൻ പറയുന്നില്ല. ഇതൊന്നും ഒരു കാരണമാക്കരുത്, പക്ഷെ ഇതൊരു പാഠമാക്കണം. കേരളത്തില് അത് ഞാൻ പറയില്ല എന്നാ ഞാൻ പറഞ്ഞു. അത് പറയേണ്ട ആൾക്കാരുണ്ട്, അവർ പറഞ്ഞിട്ടുണ്ട്. അത് ഫലവത്തായി നമുക്ക് ഫലത്തിൽ വന്നു. പക്ഷെ ഫലവത്തായി അത് ഫലത്തിൽ വന്നെങ്കിൽ അതിൻ്റെ ലഭ്യതകളെന്ത്? നമുക്ക് എന്താണോ ജനങ്ങൾ വെറുത്തത് അതിനൊരു മറുരചന നമ്മൾ എന്താണ് നടത്തുന്നത്? അതാണ് പ്രധാനം.